അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റിയൊക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റിയൊക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. என் நண்பனுக்கு பைத்தியம், அதனால எனக்கு ஒண்ணுமே பண்ண முடியாது, நீங்க மன்னிச்சிடுங்க. மக்களை ஏமாற்ற விஜய் செய்தது போன்று சேரிட்டி செய்யணும் என்று தியான் ஸ்ரீனிவாசன் பேசிய பேச்சு. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ദിലീപേട്ടൻ നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. நான் சிஎம் ஆகும்போது நீ புடவை கட்டி வரணும். ഇത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഞാൻ கண் கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்டு நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்தது. ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ടു നിറഞ്ഞുകൊണ്ട് ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. ഹലോ, ഞാൻ മുകേഷ് മാധവ്. അങ്ങനെ നമ്മുടെ മലയാളത്തിൻ്റെ ധ്യാനൂട്ടൻ എയറിലായിരിക്കുകയാണ്. ഒരുപക്ഷെ മലയാളികൾ ഇതെല്ലാം കോമഡിയായിട്ട് എടുത്തിരിക്കും, അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനല്ല. അവർക്കറിയത്തില്ല ഇത് ശ്രീനിവാസൻ്റെ മകനാണെന്നോ ഇല്ലെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നതെന്നോ ഒന്നും അവർക്കറിയത്തില്ല. അവർ നോക്കുമ്പോൾ അവരുടെ അണ്ണ ഇല്ലെങ്കിൽ അവരുടെ തലൈവ വിജയ്ക്കേറെ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ചാറ്റ് ചെയ്ത്, അതായത് തട്ടിപ്പ്, മക്കളെ പാട്ടിലാക്കാൻ വേണ്ടി ആദ്യം ചാരിറ്റി ചെയ്യണം എന്ന രീതിയിലുള്ള സംഭാഷണം. അതിവിടെ കേരളത്തിലെ ജനങ്ങളെല്ലാം അത് കോമഡിയായിട്ടാണ് എടുത്തതെങ്കിലും തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ CM ആയിട്ട് വരികയാണെങ്കിൽ പുടവയൊക്കെ എടുത്ത് എൻ്റെ മുന്നിൽ വന്ന് കണ്ണീരണിയണമെന്നൊക്കെ നവ്യയോട് പറഞ്ഞതൊക്കെ തമിഴ്നാട്ടുകാരങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു എന്ന് തന്നെ പറയണം. ഇവിടേക്ക് ഇനി ധ്യാൻ ശ്രീനിവാസന് തമിഴ്നാട്ടിൽ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. ആ രീതിയിലാണ് ധ്യാൻ ശ്രീനിവാസനെ അവിടെ എയറിലാക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ പലതും ശ്രീനിവാസൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു, അതൊരു കോമഡിയായിട്ട് കണ്ടാൽ മതി എന്ന രീതിയിലൊക്കെ എടുക്കുമായിരിക്കും. എന്നാൽ തമിഴ്നാട്ടിൽ ശ്രീനിവാസൻ്റെ മകനല്ല. ഒരു നടൻ പ്രൊമോഷന് വിജയുടെ കാര്യങ്ങൾ എടുത്തിട്ടു, അതും ആ പടം വിജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്തിട്ടു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അവിടേക്ക് ഒരു കാര്യം ആലോചിക്കണം, ഇങ്ങനെയൊക്കെ എന്തായാലും വരുമെന്ന് അജു വർഗീസിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അജു വർഗീസ് മുൻപേ തന്നെ പറഞ്ഞു, ഇതിന് നാളെ തമിഴ്നാട്ടിൽ കയറാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു, എൻ നൻപന് പൈത്യം ഒന്നുമേ പണ്ണ മുടിയാതെ മന്നിച്ചിടുങ്ക എന്ന് പറഞ്ഞ് 2 വാക്കുകളിൽ തന്നെ അജു വർഗീസ് അത് സ്റ്റോപ്പ് ചെയ്തു. അവിടെയൊക്കെ അജു വർഗീസും ധ്യാൻ ശ്രീനിവാസനും വീട്ടിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പൊതു ഇടങ്ങളിൽ ധ്യാൻ ശ്രീനിവാസൻ ഈ കാര്യങ്ങളെല്ലാം എടുത്തിട്ടത്. അവിടെയൊക്കെ അമ്മയുടെ വിഷയത്തിൽ തുടങ്ങിയ ചർച്ചയാണ്. ധ്യാൻ ശ്രീനിവാസൻ അമ്മയുടെ പ്രസിഡന്റ് ആകണം, നല്ല സപ്പോർട്ടുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ ധ്യാനിൻ്റെ മനസ്സിൽ ഒരു 10-15 വർഷം കഴിഞ്ഞ് തമിഴ്നാട്ടിൽ വിജയ് എങ്ങനെ വിജയിച്ചോ അതേപോലെ ഒരു CM ആവണം എന്ന നിലയിലുള്ള കാര്യങ്ങൾ തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ കോമഡി പറയുന്ന സന്ദർഭമായിരുന്നു. പക്ഷേ അതിലേക്ക് തിരികൊളുത്തി വെച്ചത് നവ്യ നായരുടെ ചില സംഭാഷണങ്ങളായിരുന്നു. എന്തായാലും നമുക്ക് ആദ്യം നവ്യ നായരുടെ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം. പിന്നെ ധ്യാൻ എന്നിങ്ങനെ ഞങ്ങൾ ഇതിന് മുന്നേ ഒരുമിച്ചൊരു ഇനോഗ്രേഷൻ ചെയ്തിരുന്നു. അന്ന് ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മെസ്സിയെ കാണാനാണോ അല്ലേ, മെസ്സിയുടെ എന്തോ ഒരു കഥ പറഞ്ഞു വന്ന്. ധ്യാൻ തന്നെ ഓർമ്മയുണ്ടാവില്ല ധ്യാൻ എന്തൊക്കെ കഥകളാണ് പറയുന്നതെന്ന്. അത് ശരിയാണ്, ധ്യാൻ തന്നെ അറിയത്തില്ല ധ്യാൻ എന്തൊക്കെ കഥയാണ് പറയുന്നതെന്ന്. പക്ഷേ ഈ കഥ, വിജയെക്കുറിച്ച് പറഞ്ഞ ഈ കഥ എന്തായാലും ധ്യാൻ ഓർത്തിരിക്കും. നേരത്തെയൊക്കെ ഓരോ തമാശ പറയുമ്പം വീട്ടുകാരെ കുറിച്ചായിരുന്നു, ഒന്നുകിൽ ചേട്ടനെക്കുറിച്ച്, ഇല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച്, ഇല്ലെങ്കിൽ കൂട്ടുകാരെക്കുറിച്ച്. അത് നിരവധി ആയപ്പം പലതും മറന്നു കാണും. പക്ഷേ ഇക്കുറി പറഞ്ഞത് തമിഴ്നാടിൻ്റെ CM-നെയാണ്, അതായത് തമിഴ് മക്കളുടെ അണ്ണനെയാണ് ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത്. എന്തായാലും അത് മറക്കാത്ത രീതിയിൽ തന്നെ തമിഴ് മക്കൾ കൊടുക്കുന്നുണ്ട്. മെസ്സിയെ കാണാനുള്ള അവസരം ഉണ്ടായിട്ട് അത് വേണ്ടെന്ന് വെച്ച് ഞാൻ ഇനോഗ്രേഷൻ വന്നു എന്നൊക്കെ പറഞ്ഞ്. എനിവേസ് ഓൾവേസ് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യം, ഞാൻ ഒരുപാട് ഇങ്ങനെ ഇൻ്റർവ്യൂസ് ഒന്നും വാച്ച് ചെയ്യുന്ന ഒരാളല്ല. സോഷ്യൽ മീഡിയ അങ്ങനെ വലുതായിട്ട് കാണാറില്ല. ഞാൻ എൻ്റെ എന്തെങ്കിലും ഇൻ്റർവ്യൂ കൊടുത്താൽ അതൊന്നും സോഷ്യൽ മീഡിയയിൽ കാണാറില്ല. പക്ഷേ വെനെവർ ഐ ഫീൽ ലോ, ലൈഫിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് ഫീൽ ചെയ്ത് ഭയങ്കര ലോ ആയിട്ടിരുന്ന ഇമ്മീഡിയറ്റ്ലി ഞാൻ യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യും ധ്യാൻ ശ്രീനിവാസൻ ഇൻ്റർവ്യൂ. അതൊക്കെ എടുത്ത് പറയണമല്ലോ. ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. പല കഥകളും പറഞ്ഞു വരുന്നത് അച്ഛനെക്കുറിച്ച് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ചേട്ടനെക്കുറിച്ച് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് കേൾക്കാൻ തന്നെ ഒരു കൗതുകമാണ്. പല കാര്യങ്ങളും തമാശയോട് പറയുമ്പോഴും അത് കുടുംബക്കാരെ മാത്രമേ എഫക്റ്റ് ചെയ്യത്തുള്ളായിരുന്നു. പിന്നീടുള്ളത് മലയാള ഇൻഡസ്ട്രിയിലുള്ള അറിയാവുന്ന പരിചയക്കാരായ നടന്മാർ തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവരൊക്കെ ആ സെൻസിലെടുക്കും. പക്ഷേ ഇക്കാര്യം അങ്ങനെയല്ല എന്നുള്ള രീതിയിലേക്കാണ് കടന്നുപോയത്. അവിടെയുള്ള സോഷ്യൽ മീഡിയയിലെല്ലാം ധ്യാനെ പൊങ്കാലയിടുകയാണ്. അവരത് പൊളിറ്റിക്കലായിട്ട് വരെ എടുത്തിരിക്കുകയാണ്. എന്ന് കരുതി ധ്യാൻ ശ്രീനിവാസൻ ഒരു കോമഡിയായിട്ട് പറഞ്ഞതാണെങ്കിൽ തന്നെയും അത് കോമഡി അല്ലാതായി മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അല്ലെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ടൈപ്പ് ചെയ്തിരുന്നത് ശ്രീനിവാസൻസ് ഇൻ്റർവ്യൂ എന്നാണ്. കാരണം ശ്രീനിവാസൻ സാറിൻ്റെ നർമ്മം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇവൻ സംസാരിക്കാൻ ക്ലാരിറ്റി കുറഞ്ഞിരുന്ന സമയത്ത് പോലും അദ്ദേഹം സംസാരിക്കുന്ന കൗണ്ടേഴ്സിൻ്റെ അത്രയൊന്നും ചിലപ്പോൾ ധ്യാനിന് പറയാൻ അത്രയ്ക്കും ഇത് പറയാൻ കഴിയാറില്ല. പക്ഷേ ഞാൻ എൻ്റെ വലിയൊരു എന്താ പറയുക, എൻ്റെ മാത്രമല്ല
ഒരുപാട് മലയാളികൾക്ക് വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് ധ്യാൻ. സോ ഏറ്റവും കൂടുതൽ ധ്യാനിനോട് എല്ലാവർക്കും തോന്നുന്ന കണക്ഷൻ എന്ന് പറയുന്നത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടും ഓപ്പൺ ആയിട്ടും സംസാരിക്കുന്നതുകൊണ്ടാണ്. അവിടെ നവ്യ നായർ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രീനിവാസന്റെ കോമഡികൾ അതൊരു പക്ഷേ കുടുംബത്തിലിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞോ, ഇല്ലെങ്കിൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞോ, അമ്മയെക്കുറിച്ച് പറഞ്ഞോ, ഇല്ലെങ്കിൽ ചേട്ടനെക്കുറിച്ച് പറഞ്ഞോ ഒന്നുമല്ല അദ്ദേഹം കോമഡി പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കോമഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് നടക്കുന്ന പൊളിറ്റിക്കലായിട്ടുള്ളയും ഇല്ലെങ്കിൽ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമായിരുന്നു അദ്ദേഹം ചർച്ച ചെയ്തിരുന്നതും കോമഡി പറഞ്ഞിരുന്നതും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയും അതൊരു കോമഡിയോടെ പലരും കാണുകയും ചെയ്തിരുന്നു. അവിടെയൊക്കെ സംസ്ഥാന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കോമഡിയുടെ കഥാപാത്രങ്ങളായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ്റെ കോമഡി എടുത്തു നോക്കുകയാണെങ്കിൽ എന്നും എവിടെയും അച്ഛൻ തന്നെ ആയിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ധ്യാൻ ഇന്ന് പബ്ലിക്കായിട്ട് എന്നോടൊരു കാര്യം ചോദിച്ചിരിക്കുകയാണ്. അദ്ദേഹം CM ആകുമ്പോൾ പേടിക്കേണ്ട ധ്യാൻ CM ആകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി എടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനിഞ്ഞ് ധ്യാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ ധ്യാൻ? ഇൻവിറ്റേഷനോടുകൂടി എനിക്ക് വരാൻ കഴിയുള്ളൂ. ധ്യാൻ എന്നെ മറക്കില്ല. അത്തരത്തിലൊരു നിലയിലെത്തി കഴിയുമ്പോഴും CM ആയി കഴിയുമ്പോഴും ഞാൻ ആ പാവാടക്കാരിയെ മറക്കില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ ധ്യാൻ. അപ്പം എന്തായാലും അങ്ങനെ ധ്യാൻ CM ആകുന്ന ആ നല്ല ദിവസം ചാരിറ്റിയൊക്കെ ഒരുപാട് ചെയ്ത് CM ആകുന്ന ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ സിനിമയിൽ ഒന്നിച്ചഭിനയിച്ച് ചാരിറ്റി ചെയ്യുന്നതിനപ്പുറത്തേക്കുള്ള പൈസ ഗഫൂർക്കയ്ക്ക് വാങ്ങിക്കൊടുക്കാം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിർത്തട്ടെ. എന്തായാലും തമിഴ്നാട്ടുകാർ ഒരു കസേര ഒഴിച്ചിടുമെന്നുള്ള കാര്യം ഇപ്പോൾ ഉറപ്പാണ്. ഇനി ധ്യാൻ ശ്രീനിവാസൻ അങ്ങോട്ട് ചെന്നാൽ മതി, ആ രീതിയിൽ ഒരു കസേര ഒഴിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിന് അതേ നാണയത്തിൽ കോമഡിയുടെ രൂപത്തിൽ റിപ്ലൈ പറയുകയായിരുന്നു ധ്യാൻ ചെയ്തത്. അത് മലയാളി ഓഡിയൻസ് എല്ലാം കോമഡിയായിട്ട് തന്നെയാണ് കണ്ടത്. പക്ഷേ തമിഴ്നാട്ടിൽ അത് കോളിളക്കം സൃഷ്ടിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇതിന് ശേഷമാണ് ധ്യാൻ ശ്രീനിവാസൻ്റെ റിപ്ലൈ വരുന്നത്. അതൊരു പക്ഷേ വിജയെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്ലൈ ആയിരുന്നില്ല. അവിടെയുള്ള പലർക്കും നല്ല രീതിയിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദിലീപിനെ നല്ല രീതിയിൽ എയറിലാക്കിയിരുന്നു, അതും അമ്മയുടെ പവർ ഗ്രൂപ്പ് എന്ന നിലയിലൊക്കെ. അതുപോലെ തന്നെ ശ്വേതാമേനനെ എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം അജു വർഗീസിനെ, അങ്ങനെ പലരെക്കുറിച്ചും കോമഡി പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സംഭാഷണം നീണ്ടുപോരുന്നത്. എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങളോട് നമുക്കൊന്ന് കണ്ടുപോകാം. എൻ്റെ മെൻറ്ററും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിന്റെ തലവനുമായ ശ്രീ അജു വർഗീസ്. ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിന് മുന്നേ ഞാൻ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാമെന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ. ഇവിടെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അജു വർഗീസ് ഏതെങ്കിലും സ്റ്റേജിലോ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പറഞ്ഞതാണെന്ന്. അങ്ങനെയല്ല കാര്യങ്ങൾ. അജു വർഗീസും ധ്യാനും ഒക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ പറഞ്ഞ സംഭാഷണത്തെക്കുറിച്ചാണ് ധ്യാൻ ശ്രീനിവാസൻ ഇവിടെ പറയുന്നത്. അല്ലാതെ സ്റ്റേജിലോ മറ്റിടങ്ങളിലോ പറഞ്ഞൊരു സംഭവമല്ല. അവിടെയൊക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളുമാണ് ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരികയും അതൊരു കോമഡി രൂപത്തിൽ പറയുകയും ചെയ്യുന്നത്. ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാവൂ. നീ CM ആവണ്ട, അതിന് മുന്നേ അതിന് ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം. ഏത് അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റിയൊക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റിയൊക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. ഇവിടെയൊക്കെ ഈ ഒരു കാര്യമാണ് തമിഴ് മക്കളിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ജനങ്ങളെ പറ്റിച്ച് ചാരിറ്റി എന്നുള്ള വേർഡ്, അതുപോലെ തന്നെ ഞാൻ CM ആയിട്ട് വന്നിരിക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ പുടവയൊക്കെ അണിഞ്ഞ് തൃശ്ശയെ പോലെ വന്നിരിക്കണമെന്നുള്ള ചില വാക്കുകളൊക്കെയാണ് തമിഴ്നാട്ടിൽ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം CM ആവാം. ഓസ്ട്രേലിയ ഇരിക്കുന്നു, അപ്പൊ നാട്ടിൽ ഇങ്ങനത്തെ വാർത്തകൾ വരുന്നു, ഞാൻ അമ്മയുടെ ഇതിലേക്ക് വരുന്നു എന്നൊക്കെ. അങ്ങനെ ഇടയ്ക്ക് കുറച്ച് വരുന്ന കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ പവർ ഗ്രൂപ്പുകാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ്റെ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ആ സമയത്ത് മാധ്യമങ്ങളിലെല്ലാം ചർച്ചയിലുണ്ടായിരുന്നു അമ്മയുടെ പ്രസിഡന്റായിട്ട് ധ്യാൻ ശ്രീനിവാസൻ വരുന്നു, അതായത് നേതൃത്വത്തിലേക്ക് ധ്യാൻ ശ്രീനിവാസനും പിഷാരടിയൊക്കെ വരണമെന്നുള്ള
അൻസിബയുടെ ഒരു വാക്കിൽ നിന്നാണ് പിന്നീട് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയത്. എന്തായാലും അന്ന് അമ്മയുടെ പ്രസിഡന്റായിട്ട് ധ്യാൻ ശ്രീനിവാസൻ വരുന്നു എന്ന രീതിയിലൊക്കെയാണ് ചർച്ചകൾ നടന്നത്. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ല എന്നുള്ളതാണ് ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറയുന്നത്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു വട്ടം നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. നിങ്ങൾ ഇവിടെ ഇരുന്നു, അത് അജു വർഗീസ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. റോണി ചേട്ടൻ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ബിനാമി നിങ്ങളുടെ ബിനാമിയാണ്. അവിടെ ദിലീപിനിട്ട് നല്ല രീതിയിൽ താങ്ങുന്നുണ്ടെങ്കിലും അതൊരു കോമഡി രൂപത്തിലാണ് ദിലീപ് അതിനെ എടുത്തതും അതിനെ ഉൾക്കൊണ്ടതും അതിന് തിരിച്ച് മറുപടി നൽകിയതും. അതുകൊണ്ട് തന്നെയാണ് ബിനാമിയാണ് എന്നുള്ള കാര്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് അമ്മയുടെ പ്രസിഡന്റിനെ കുറിച്ചും കളിയാക്കുന്ന രീതിയിൽ സംഭാഷണം ഉണ്ട്. അതും ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. റോണിച്ചേട്ടൻ ഇപ്പോഴും ഒരു എസ് എന്നുള്ളൊരു ഷർട്ട് ഇട്ടിട്ടാണ് വന്നത്. അത് സൂപ്പർമാൻ അല്ല, അത് ശ്വേത ചേച്ചിയാണ്. വേറെ ഏതൊക്കെ അക്ഷരമുണ്ട് നിങ്ങൾക്ക്? ഇപ്പോഴും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാള് ശ്വേത ചേച്ചിക്ക് ഇത്രയും സപ്പോർട്ട് കാണിച്ചുകൊണ്ട് ഇവിടെ വരെ. ഈ കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർക്ക് സീരിയസ് ആയിട്ട് തന്നെ പല കാര്യങ്ങളും തോന്നും. പക്ഷേ ഇതൊക്കെ ഒരു കോമഡി എന്ന നിലയിൽ തന്നെയാണ് ധ്യാൻ ശ്രീനിവാസൻ ആ വേദിയിൽ പല കാര്യങ്ങളും പറഞ്ഞത്. എന്നാൽ ഇതിന് ശേഷമുള്ള പല കാര്യങ്ങളുമാണ് പിന്നെ തമിഴ്നാട്ടിലോട്ട് പോകുന്നതും അത് ധ്യാനിനെ എയറിലാക്കുന്നതും തമിഴ്നാട്ടുകാർ തന്നെ വിജയെ അവമാനിച്ചു എന്ന നിലയിൽ പല കാര്യങ്ങളും പറയുന്നു. അതുകൊണ്ട് പക്ഷെ ഞാൻ പറയുകയാണ്, അതിനിടയിൽ പല ചർച്ചകൾക്കൊടുവിൽ അജു എന്നോട് പറഞ്ഞു, എടാ അമ്മയിലേക്ക് നീ വരണ്ട, അത് ഇവിടെ കുറേ പ്രശ്നങ്ങളാണ്. കഴിഞ്ഞ ദിവസം ജനറൽ ബോഡിയിൽ ഞാൻ പോയപ്പോൾ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ പുള്ളിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എൻ്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായ ഇംഗ്ലീഷിലുള്ള ഒരു പ്രസംഗമായിരുന്നു. അത് പറ്റിയിട്ടുള്ള വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ചെയ്തുകൊണ്ട് എന്നോട് പറഞ്ഞു, നീ പ്രസിഡന്റ് ആവണ്ട, ഇനി അത് വേണ്ട, CM ആവണ്ട, ഗവർണർ ആവും, ഗവർണറിന് വലിയ പണിയൊന്നുമില്ല. ഇത് അറിഞ്ഞ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന്റെ ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. അജു വർഗീസ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഇത് മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് പോലെയാണ് സംസാരിക്കുന്നത്. നമ്മൾ ഇരുന്ന് വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ എങ്ങനെ പറയുന്നത്, നൻപൻ, നൻപനുക്ക് പൈത്യം, അതിനാൽ എനിക്ക് ഒന്നുമേ പണ്ണ മുടിയാതെ നിങ്ങൾ മന്നിച്ചെടുங்க. താങ്ക് യു. പലപ്പോഴും ഇത് പ്രശ്നങ്ങളിലേക്ക് എത്തും എന്ന നിലയിൽ തന്നെ അജു വർഗീസ് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അജു വർഗീസ് ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തത്. അതൊരു കോമഡി ആയിട്ടാണെന്ന് പോയതെങ്കിലും പക്ഷേ തമിഴ്നാട്ടുകാർ അതിനെ സീരിയസ് ആയിട്ടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഒരിക്കലും അറസ്റ്റ് ചെയ്യും. നമ്മൾ അറസ്റ്റ് ചെയ്ത് അപ്പം തന്നെ ഇറക്കിക്കൊണ്ടിരിക്കും. ദിലീപേട്ടൻ നമ്മൾ അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയാൻ വെച്ച സാധനം ഒരിക്കലും അതിനിടയിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പോകുമ്പോണെന്ന് കേട്ടു മോനെ, അത് ഒരിക്കലും പാടില്ല, അച്ഛൻ ഒരിക്കലും ആവാതെ നിന്നതിന്റെ കാരണം നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അച്ഛനെ പോലുള്ള ആൾക്കാർ, ഇതിനെ പോലുള്ള ആൾക്കാർക്ക് അത് പറ്റില്ല. നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടക്കേണ്ടി വരുന്നു. എനിക്കത് മനസ്സിലായില്ല. പക്ഷെ CM ആയി എവിടെയോ ഒതുങ്ങിക്കൂടാനെന്ന് ആഗ്രഹിച്ച എന്നെ അമ്മയുടെ പ്രസിഡന്റ് ആക്കി തീരൂ എന്നടങ്ങിയ വാശിയുള്ള എൻ്റെ മെന്ററിനെ ഈ വേദിയിലേക്ക് ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരിക്കലും ആവാൻ പാടില്ലാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇവിടെ രാജിവെച്ചു. ഇനി ചിലപ്പോൾ തിരിച്ചു വന്നാലും വരും. ഇവിടെ ശ്വേതയ്ക്ക് നല്ല രീതിയിലുള്ള അടി കൊടുക്കുന്നുണ്ട്. അതായത് രാജിവെച്ച് പോയതിനു ശേഷം ഇനി വേണമെങ്കിൽ ഞാൻ തിരിച്ച് എപ്പോഴെങ്കിലും വരും എന്ന് പറഞ്ഞത് ശ്വേതാമേനോൻ ഇട്ട് കൊടുത്ത ഒരു കൊട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടേക്ക് ധ്യാൻ ശ്രീനിവാസൻ ആ സ്റ്റേജിലുള്ള പലരെയും കോമഡിയുടെ രൂപത്തിൽ വിമർശിക്കുന്നുണ്ട്. ഇതിനെ വിമർശനമൊന്നും പറയാൻ കഴിയത്തില്ലെങ്കിലും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇന്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി ഉടുത്ത് ആ ഫ്രണ്ട് റോയിൽ
കണ്ണ് നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവുമ്പോഴല്ല, CM അമ്മ വന്നാൽ മതി. കണ്ണ് നനച്ചുകൊണ്ട് നന്ദി ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്തായാലും ധ്യാനൂട്ടൻ ഇപ്പോൾ എയറിലാണ്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകാൻ നോക്കുമെന്നൊന്നും അറിയത്തില്ല. ആ രീതിയിലാണ് തമിഴ്നാട്ടുകാർ ഇപ്പോൾ എടുത്ത് കൊടുക്കുന്നത്. അവിടേക്ക് ഒരു പ്രൊമോഷന് വേണ്ടി, അതായത് ഒരു സിനിമ വിജയിക്കാൻ വേണ്ടി വിജയിയെക്കുറിച്ച് പറഞ്ഞ് സിനിമ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. എന്തായാലും തമിഴ്നാട്ടിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞ ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. மற்றொரு அண்மை தகவலாக பார்ப்பது, நான் CM ஆகும்போது நீ புடவை கட்டி வரணும், கண் கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்டு நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்தது தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. கேரளாவில் நடைபெற்ற விசிட்டர் பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சு சமூக வலைதளங்களில் வைரலாகி வருகிறது. முதல்வர் விஜய் குறித்த மலையாள நடிகர் தியான் பேசியதாக சமூக வலைதளத்தில் பரவும் கருத்துக்கள் தற்போது வெளியாகி இருக்கிறது. முதலில் மலையாள நடிகர் சங்கமான அம்மாவின் தலைவர் ஆகணும், பிறகு மக்களை ஏமாற்ற விஜய் செய்தது போன்று சேரிட்டி செய்யணும் என்று தியான் ஸ்ரீனிவாசன் பேசிய பேச்சு தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். பட அறிமுக நிகழ்ச்சியில் மலையாள நடிகர் தியான் ஸ்ரீனிவாசன் பேசிய பேச்சு சமூக வலைதளத்தில் தற்போது ட்ரெண்டிங்கில் இடம் பிடித்து வருகிறது. நாம் எல்லாம் களப்பணியாற்றும் போது மேடையில் பேசிய விஜய் ஆட்சி அமைத்து விட்டார் என ஆந்திர துணை முதல்வர் பவன் கல்யாணும் பேசியிருந்தார். இதுவும் தற்போது சர்ச்சைக்கு உள்ளாகி இருக்கிறது. நான் CM ஆகும்போது நீ புடவை கட்டி வரணும், கண்கலங்கணும் என நடிகை நவ்யா நாயரை குறிப்பிட்ட நடிகர் தியான் ஸ்ரீனிவாசன் கிண்டல் அடித்த ஒன்று தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. அண்மை தகவலாக பார்த்து வருகிறோம். கேரளாவில் நடைபெற்ற விசிட்டர் பட நிகழ்ச்சியில் மலையாள நடிகர் தியான் பேசிய பேச்சானது தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. അതായത് ജനങ്ങളെ പറ്റിച്ച് ചാരിറ്റി ചെയ്യണം എന്നുള്ള നിലയിൽ പറഞ്ഞ വാചകമാണ് തമിഴ്നാട്ടിൽ പലരും ചർച്ച ചെയ്യുന്നത്. അവിടെയൊക്കെ തമിഴ്നാട്ടിൽ വിജയ്ക്ക് ഇപ്പോൾ ഒരു ഇമേജ്, അതായത് അമ്മമാർക്ക് മകൻ, കുട്ടികൾക്ക് അണ്ണ, പെരിയവർക്ക് തമ്പി, അതുപോലെ തന്നെ കുട്ടികളെയും സ്ത്രീകളെയും എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അവരെ ഇല്ലാതാക്കി കളയും എന്ന രീതിയിലൊക്കെയുള്ള ഒരു ഇമേജ് വിജയ്ക്കുണ്ട്. അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ കഴിയുന്നതാണ്. ആളുകളുടെ റെസ്പോൺസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള കാര്യങ്ങളും എല്ലാം ആ രീതിയിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മക്കളെ ഏമാറ്റം ചെയ്തു, ഇല്ലെങ്കിൽ മക്കളെ പറ്റിച്ച് വോട്ട് നേടിയതാണ് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തായാലും ഇവിടെ കോമഡി പറഞ്ഞതാണെങ്കിൽ തമിഴ്നാട്ടിൽ അത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ തമിഴ്നാട്ടിലോട്ടൊക്കെ പോക്ക് നടക്കുമെന്നൊന്നും അറിയത്തില്ല. ധ്യാനൂട്ടൻ നല്ല സമയമാണെന്ന് തോന്നുന്നു. ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിൽ കോമഡി ആയിട്ട് കണക്കാക്കും. അതായത് ധ്യാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അത് കേരളത്തിലുള്ള വിജയ് ഫാൻസിന് മനസ്സിലാവും. പക്ഷേ തമിഴ്നാട്ടിലുള്ളവർക്ക് അത് തങ്ങളുടെ CM ആണ് എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് CMനെ ആക്ഷേപിച്ചു എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അങ്ങനെ എല്ലാവരെയും എയറിലാക്കാറുള്ള ധ്യാൻ ഇപ്പം സ്വയം എയറിലായിരിക്കുകയാണ്. അതും തമിഴ് മക്കളാണ് ഇപ്പോൾ എയറിലാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ധ്യാനൂട്ടനും എയറിലായി. ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.